നമസ്കാരം. പ്രധാന വാർത്തകൾ. അഡിലെയ്ഡ് മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ ഫാമിലി ക്യാമ്പ് അഡിലെയ്ഡ് ഹിൽസിലെ വിറകുപുരയിൽ 25-ാം തീയതി 3 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞ് ക്യാമ്പ് കൃത്യം 6 മണിക്ക് ആരംഭിച്ചു. ഈ വർഷത്തെ പ്രധാന ഗസ്റ്റ് ആയി എത്തിയ AT സക്രിയാച്ചൻ നേതൃത്വം നൽകി. ഇടവക വികാരിയും 3 കിഡ്നികളുടെ ഉടമയുമായ GW അച്ഛൻ സജീവമായ നേതൃത്വം നൽകി. ഒരിക്കലും സമയത്തെത്താത്ത കൺവീനർമാർ ചുമതല ഏറ്റതിനാൽ ഈ സത്യം അറിയാവുന്ന ഇടവക ജനങ്ങളും അച്ഛനും 3 മണിക്കൂർ ലേറ്റായി വന്ന് കൃത്യം 6 മണിക്ക് തന്നെ ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പിന് എത്തിച്ചേർന്നവർക്ക് സ്നാക്ക് കൊടുക്കുമെന്ന് ആർത്തി മൂത്ത് അറിഞ്ഞുവന്ന ന്യൂസിലാൻഡ് ലേഡിക്ക് AMTC ആജീവനാന്തം നിരോധിച്ചിരുന്ന പാർലെ-ജി ബിസ്ക്കറ്റ് കൊടുത്ത് ഫുഡ് കൺവീനർമാർ പ്രശ്നം പരിഹരിച്ചു. യുവതികൾ അത്യാസന്ന നിലയിൽ. ക്യാമ്പിൻ്റെ ആദ്യ ദിനം കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായ പൊറോട്ട കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങി അത്യാസന്ന നിലയിലായ യുവതികളെ കൺവീനർമാരുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെടുത്തി. തൻ്റേതല്ലാത്ത കാരണത്താൽ 4 വർഷം നാട് കടത്തപ്പെട്ട മുൻ ട്രസ്റ്റി ഈ വർഷത്തെ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം തുറന്ന് പ്രകടിപ്പിച്ചു. ക്യാമ്പിലും പിൻവാതിൽ നിയമനമോ? വളരെ കർശന നിയമങ്ങളുണ്ടായിരുന്ന ഈ ക്യാമ്പിൽ രജിസ്ട്രേഷൻ പോലും നിർവഹിക്കാത്തവരെ കൺവീനർ പിൻവാതിലിലൂടെ അകത്ത് കയറ്റിയതായി ഞങ്ങളുടെ റിപ്പോർട്ടർ ക്യാമറയിലൂടെ പകർത്തി. ഇനി വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. S&S ക്ലീനിംഗ് സർവീസസ്. തൂപ്പ്, തുടപ്പ്, അലക്ക്, മെഴുക്ക്, സോപ്പ്, പതപ്പ് ഇത്യാദി എല്ലാ ജോലികളിലും വിശ്വസ്തയോടുകൂടി ചെയ്തു കൊടുക്കുന്ന അഡിലെയ്ഡിലെ ഏക വിശ്വസ്ത സ്ഥാപനം സലീം ഷിബു ക്ലീനിംഗ് സർവീസസ്. വാർത്തകൾ തുടരുന്നു. ഒരു സർജന്റെ ദീനരോധനം. ഒരു സർജനാകുവാൻ മോഹിച്ച AMTC ഡോക്ടർ ക്യാമ്പിലെ ബീഫിലെ കത്തിവെച്ച് സായുജ്യം അടഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. എട്ടും പൊട്ടും തിരിയാത്ത കുരുന്നുകളെ അനുമതിയില്ലാതെ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ച സിഡ്നി യുവതി പിടിയിലായി. ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. കൗമാരക്കാരനെ ബാഡ്മിൻ്റൺ കളിച്ചു പരാജയപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയ യുവതി മൂക്കും കുത്തി വീണതായി ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇടവക മേൽശാന്തി വർഗീസ് K. ജോസഫുമായി ബന്ധപ്പെടേണ്ടതാണ്. AMTC ക്യാമ്പിൻ്റെ ദേശീയ വിനോദമായ ചീട്ടുകളി ഈ വർഷവും ഭംഗിയായി കൊടിയേറി. നട്ടപ്പാതിരയ്ക്ക് നടന്ന മത്സരത്തിൽ ഈ വർഷവും ബഡ്ഡിയെ വിജയിച്ചതായി പ്രഖ്യാപിച്ചു. എന്തോ മഹാകവി കോട്ടയം മനോജും സംഘവും പുതിയൊരു കലാരൂപമായ കോട്ടയം നാടൻപാട്ട് അവതരിപ്പിച്ച് കയ്യടി നേടി. ഇവിടെ വാർത്തകൾ പൂർത്തിയാകുന്നു. ആഘോഷങ്ങൾ തുടരട്ടെ. വാർത്തകളൊക്കെ കഴിഞ്ഞു. എണ്ണീറ്റ് പോയി കിടന്ന് ഉറങ്ങടേ.